ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഐറ എൻ്റെ കൂടെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ. ആടിന് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ചെവിയിലും മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ട്. അതിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ആട് നമ്മൾ ഇങ്ങനെ തൊട്ടാലും ഒന്നും ചെയ്യത്തില്ല കേട്ടോ. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഐറ പിടിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലേ. അതവിടെ നിന്ന് എണീറ്റപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി കേട്ടാ. അത് ഇടിക്കുമോന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ പതുക്കെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയേ. രാത്രി നല്ല മഴയായത് കൊണ്ട് തന്നെ ഇങ്ങനെ അടുത്തുള്ള മാവുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇലയെല്ലാം പൊഴിഞ്ഞ് തറയൊക്കെ ഇങ്ങനെ മോശമായിട്ട് കിടപ്പുണ്ടേ. ഈ സീതപ്പഴം നട്ടിട്ട് ഒരുപാട് വർഷമായി കേട്ടോ. ഇപ്പൊ ആദ്യമായിട്ടൊരു കാ വന്നിട്ടുണ്ടേ. ഇത് നമ്മുടെ വീട്ടിൽ മുന്നേ ഉള്ളൊരു ഫിഷ് ടാങ്ക് ആണേ. പക്ഷെ ഇങ്ങനെ വൃത്തിയൊന്നും ആക്കാതെ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് ഭയങ്കര മോശമായിട്ട് ഇരിക്കുവാണേ. അതിൻ്റെ അകത്ത് ഒരു 3-4 ഫിഷൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഐറ വിടത്തില്ല. മഴയായി കഴിഞ്ഞാൽ തറയൊക്കെ ഇങ്ങനെ ഇലയൊക്കെ വീണ് ചെളിയൊക്കെ ആയി മോശമാണെങ്കിലും ഈ ചെടികളൊക്കെ പിറ്റേന്ന് കാണാൻ ഭയങ്കര രസമല്ലേ. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അടുത്ത ചെടിയിൽ നിന്ന് പൂവൊക്കെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. പൂവ് എവിടെ കണ്ടാലും ആള് പിച്ചി എടുക്കുക. എത്ര പറഞ്ഞാലും ഐറ അനുസരിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പൂക്കളൊന്നും പറിച്ചെടുക്കുന്ന ഇഷ്ടമല്ലേ. എല്ലാം കണ്ടിങ്ങനെ നിൽക്കാനാണ് കേട്ടോ രസം. ഈ തെങ്ങിന്റെ ചുവട്ടിൽ നട്ടിരിക്കുന്ന ചെടിയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഒരു 2-3 കഷ്ണം കൊണ്ട് വെച്ചതാണ് കേട്ടോ, കുറെ മുന്നേ. ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം അത് മുളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. രാത്രിയിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ വീട്ടിന്റെ മുറ്റം മുഴുവൻ ഭയങ്കര മോശമായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ വീടിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് ഫുള്ള് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഐറയ്ക്ക് ഇവിടെ വീട്ടിൽ വരുമ്പോൾ കളിക്കാൻ കുറച്ച് ടോയ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഐറയുടെ ഫേവറേറ്റ് ടെഡിയാണ് ഇത്. ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ട് വെക്കും കേട്ടാ. ഭയങ്കര കെട്ടിപ്പിടിക്കലും ഉമ്മവയ്ക്കലൊക്കെയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടോയ്സ് ഒന്നും നശിപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ അടിച്ചു പൊട്ടിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ. വെച്ചിങ്ങനെ കളിച്ചോളും. പിന്നെ ഒരു പായൊക്കെ എടുത്തിട്ട് അതിന്റെ പുറത്താണ് കേട്ടോ എല്ലാ ടോയ്സും വാരിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ ഓരോ സമയവും ഇങ്ങനെ പറക്കി പറക്കി ഒതുക്കലാണ് കേട്ടോ പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വാങ്ങിയ പുതിയ ഹെൽമെറ്റ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കൊന്ന് പുറത്തൊക്കെ പോകുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോഴത്തേക്കും ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടാ. ഞാനൊരു തുണിയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പോഴും അത് തലയിലെടുത്ത് വെക്കാൻ നേരത്ത് വേഗം പോയി ഒരു തോർത്തൊക്കെ എടുത്തിട്ട് വന്ന് അത് കണ്ടത് ആളുടെ മനസ്സിലുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് വന്ന് ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകാൻ നേരത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ക്ലിപ്പൊക്കെ ഇടാൻ അറിയാം കേട്ടോ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അവളോട് ടാറ്റ ബായ് ഉമ്മ എന്നെല്ലാം പറയും കേട്ടോ. അതുപോലെ അവളിങ്ങനെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളോട് ഉടനെ പറയേ. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടാറ്റ ബായ് ഉമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഏറെയോടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് വീടൊക്കെ ഒന്ന് തുടക്കാന്ന് വെച്ചോട്ടോ. രാവിലെ ഒരുവിധം കിച്ചണിലെ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട് തുടയ്ക്കാൻ എടുക്കുവേ. അപ്പോഴത്തേക്ക് ഇതാ ആളെൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. തുടയ്ക്കാൻ തരുന്നേ ഇല്ല. അവള് ചെയ്യാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് മോപ്പ് വാങ്ങിയിട്ട് തുടയ്ക്കുവാണ് കേട്ടോ. ഒരുവിധം എങ്ങനെയൊക്കെയോ ഓട്ടിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം ആ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഹോളിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ പുറകെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവളുടെ കരച്ചിലിന്റെ മുന്നിൽ ഞാൻ തോറ്റ് കീഴടങ്ങി കേട്ടോ. മോപ്പ് പിന്നെ അവൾക്ക് കൊടുത്ത്. പിന്നെ ഇനി അവള് സമാധാനമായിട്ട് തന്നതിന് ശേഷം തുടയ്ക്കാന്ന് വെച്ചിട്ട് അവൾക്ക് തന്നെ കൊടുത്തു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പപ്പ പായസത്തിന്റെ സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. സേമിയ പായസമാണേ. അതാകുമ്പോൾ വേഗം വെക്കാമല്ലോ. പാലും പഞ്ചസാരയും നെയ്യൊക്കെ മാത്രം മതിയല്ലോ. അടപ്പായസം ഇടയ്ക്കൊക്കെ പപ്പ വെക്കാറുണ്ടേ. അങ്ങനെ പായസത്തിലോട്ട് പാലൊഴിക്കുന്ന സമയത്ത് അവൾക്ക് പാലിന്റെ പാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. മുന്നേ മേടിച്ചതിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തൊഴിച്ചു. അങ്ങനെ പായസമൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം സേമിയ പായസം തോന്നുന്നേ. അങ്ങനെ പായസമൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഫോൺ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കിടന്ന് കേട്ടോ. അപ്പോഴത്തേക്കും ആളിതാ അതിന് മുമ്പ് എത്തി. ഇങ്ങനെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ അത് നോക്കി റീലൊക്കെ നോക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവള് അതുപോലെ അതിങ്ങനെ ഗ്രാസ്പ് ചെയ്തിട്ട് കളിക്കുന്നുണ്ടേ.
അങ്ങനെ പായസമൊക്കെ തണുത്ത് കഴിഞ്ഞ് പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പായസത്തിൻ്റെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും പഴമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് പായസമൊക്കെ കുടിച്ചു. ശരിക്കും ഈ പായസത്തിൻ്റെ കൂടെ ബോളിയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ഐറ്റം ബോളി വിത്ത് ഈ പായസം എന്ത് ടേസ്റ്റാണെന്നറിയാം. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഐറ അപ്പച്ചയായിട്ട് ബലൂൺ തട്ടി കളിക്കുവാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഒക്കെ ശരിക്കും പിന്നീട് ഐറ കാണുമ്പോൾ ശരിക്കും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ആയിരിക്കും അല്ലേ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഐറ നല്ല ഉറക്കമൊക്കെ ആയി കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഐറയ്ക്ക് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. പനിയും ജലദോഷമൊക്കെ ആയി. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ പിന്നെ അടുത്തുള്ള PHCയിൽ പോയിട്ട് ഐറയ്ക്ക് മെഡിസിനൊക്കെ വാങ്ങി വന്നു കേട്ടോ. കുറച്ച് തിരക്കുണ്ടെങ്കിലും അധിക നേരം വെയിറ്റ് ചെയ്യാതെ വേഗം വരാൻ പറ്റിയേ. മുന്നേ ഐറയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നെന്നറിയോ. പക്ഷെ ഇപ്പം വേഗം വേഗം കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ മെഡിസിൻ കഴിക്കുന്നതിന് ഒരു മടിയും ഇല്ല ആൾക്ക്. കഴിഞ്ഞ ദിവസം ടെസ്റ്റിന് കൊടുത്തതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ അതൊക്കെ കാണിച്ച് അതിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേസൽ ഡ്രോപ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മൂക്കിലൊഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ തന്നെ ആള് മടിയിൽ വന്ന് കിടന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്കും ഉമ്മ ചോറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് ചോറൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഐറയ്ക്ക് പനിയായതുകൊണ്ട് തന്നെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും തിരിച്ചയച്ചു കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച ആള് ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ഉഷാറായേ. അങ്ങനെ ഇപ്പൊ പ്രയറിനിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ അടങ്ങിയിരിക്കുന്നൊന്നും ഇല്ലേ. ഓരോന്നിങ്ങനെ കളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സാധാരണ പ്രയറിന് സമയമാകുമ്പോഴത്തേക്കും ആദ്യം ഇങ്ങനെ ബൈബിളൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്ന അവളാണ് കേട്ടോ. തലയിലൊരു ഷോളൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കും. പക്ഷേ ഇന്നങ്ങനെ അടങ്ങിയിരിക്കുന്നൊന്നില്ലേ. പ്രയറിനിരിക്കുന്ന എന്നെ തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് കയ്യിലൊരു ഷോളൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വന്ന് ഭയങ്കരമായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കുവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് എടുക്കുന്നത് ആള് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് അതുപോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പ്രയറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഐറ ബഹളമൊക്കെ ആക്കുന്നതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഈവനിങ് ആയപ്പോൾ തന്നെ വീണ്ടും നല്ല മഴ തുടങ്ങി കേട്ടോ. പുറത്ത് നല്ല മഴയാണേ. അങ്ങനെ രാവിലെ ഉണ്ടാക്കി പുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കറി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഴമൊക്കെ കൂട്ടി രാത്രി പുട്ടൊക്കെ കഴിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.